ഓവുലേഷൻ പീരീഡിന്റെ 14th ഡേ ആണോ? ആവാം, നിങ്ങൾക്ക് 28 ഡേ സൈക്കിൾ ആണെങ്കിൽ. ഓ, അപ്പൊ ഹാഫ് ദ സൈക്കിൾ ആണല്ലേ ഓവുലേഷൻ? അല്ലല്ലോ. കൺഫ്യൂഷൻ ആയോ? ഇതെല്ലാം 28 ഡേ സൈക്കിളിന്റെ കാര്യമാണ്. ഓരോരുത്തരുടെയും പീരീഡ് സൈക്കിൾ ഡിഫറെന്റ് അല്ലേ? അപ്പൊ സ്വന്തം സൈക്കിൾ ലെങ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? ഒരു പീരീഡിന്റെ ഡേ 1 തൊട്ട് നെക്സ്റ്റ് പീരീഡിന്റെ ഡേ 1 വരെയാണ് ഒരു സൈക്കിൾ. 2-3 പീരീഡിന്റെ ഡേ 1 ഡേറ്റ് നോട്ട് ചെയ്താൽ ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ജൂൺ 1 പീരീഡ്സ് വരുന്ന ഒരാൾക്ക് നെക്സ്റ്റ് പീരീഡ്സ് ജൂൺ 28 കിട്ടുന്നതെങ്കിൽ അവർക്ക് 28 ഡേ സൈക്കിൾ ആണ്. എന്നാൽ നെക്സ്റ്റ് പീരീഡ്സ് ജൂലൈ 6 ആണെങ്കിൽ അവർക്ക് 36 ഡേ സൈക്കിൾ ആണ്. അപ്പൊ സൈക്കിൾ ലെങ്ത് കിട്ടിയില്ലേ? ഇനി ഡേ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ഡേറ്റ് ആയിട്ടൊന്ന് ചാർട്ട് ചെയ്ത് എഴുതി വെക്കൂ. ഓർക്കേണ്ടത് പീരീഡ്സ് കഴിയുന്ന ദിവസത്തിന് കാൽക്കുലേഷനിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ സൈക്കിളിനെ രണ്ടാക്കാം ഓവുലേഷൻ വെച്ച്. അതെങ്ങനെ? 28 ഡേ സൈക്കിളിൽ ഓവുലേഷൻ 14th ഡേ ആവാം. പക്ഷെ ഇത് ഹാഫ് അല്ല കേട്ടോ. അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഓവുലേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 14th ഡേ നിങ്ങൾക്ക് പീരീഡ്സ് കിട്ടും. അപ്പോൾ സെക്കൻഡ് പാർട്ട് കോൺസ്റ്റന്റ് ആണ്. ഓരോ സൈക്കിളും വേരി ചെയ്യുന്നത് നിങ്ങളുടെ ഓവുലേഷന് മുമ്പുള്ള ഫേസ് മാത്രമാണ്. അപ്പൊ 36 ഡേ സൈക്കിൾ ഉള്ള ഒരാൾക്ക് എപ്പോഴായിരിക്കും ഓവുലേഷൻ? 14 ദിവസം മുമ്പ്, 22nd ഡേ. അപ്പൊ 24 ഡേ സൈക്കിൾ ഉള്ള ആളുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. 10th ഡേ പീരീഡ്സ് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും അയാൾ ഓവുലേറ്റ് ചെയ്യും. നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തത് മോസ്റ്റ് പ്രോബബിൾ ഡേറ്റ് ഓഫ് ഓവുലേഷൻ ആണ്. അതിന് ചുറ്റുമുള്ള 3 ദിവസം എന്തായാലും ബന്ധപ്പെടണം. എന്നാൽ സൈക്കിൾ ലെങ്ത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ലല്ലോ. അതിനാൽ ഈ ഡേറ്റിന് മുന്നോട്ടും പിന്നോട്ടും ഒരു 5 ദിവസം കൂടി എടുക്കാം. മൊത്തം 10 ദിവസം. എന്നിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സ് വെച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.